അസ്സലാമലൈക്കും ഗായ്സ്. അപ്പൊ എന്നാണ്ട് ചെറുക്കന്റെ കല്യാണത്തിന് എല്ലാരും വന്നുകൊണ്ടുണ്ടെന്ന്. പേടില്ല, അത് ചിരിച്ചാൻ വയ്ക്കൂല. ഓനക്കൊരു ധൈര്യത്തിന് ഞങ്ങൾ ഓനപ്പോ സ്റ്റേജ് കയറി. നിക്കാവ് 10 മണിക്കാച്ചിട്ട് നേരത്തെ വന്നിരുന്നുകൊണ്ട് രണ്ടെണ്ണം. ചെക്കന്റെ നിക്കാവ് ചൊല്ലാൻ തുടങ്ങിട്ടോ. ഓനോട് ഞാൻ വിഷമമുണ്ടോ ചോദിച്ചതാ. എന്ത് വിഷമം? ഓന്റെ കല്യാണല്ലേ, നമ്മൾ നട്ടതല്ലേ. ഓരോരുത്തരുടെ മുഖം മാറുമ്പോ നമ്മക്കറിയാലോ. ഇതിലാകെ പൊലിവ് ബൻകാട്ടോ. ഓന്റെ കാക്കുന്റെ കല്യാണം നടക്കണേ വേറൊന്നും അല്ല, അടുത്തത് ഓനാണല്ലോ. ഇപ്പൊ നിക്കാഴിഞ്ഞോടെ ഞാൻ പോവാണ് പോവാ. ഇവളാണെങ്കിൽ സ്റ്റേജ് നമുക്ക് കേറണില്ല. ഓ സ്റ്റേജിൽ ഒറ്റക്ക് ഇരിക്കണപ്പോ ഞങ്ങളെല്ലാരും പോയാണ് കേറി. ഫുഡ് കൊടുക്കണേ നമ്മളറിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ എല്ലാരും നമ്മളെ ചാമ്പി. നമ്മളെത്തിയപ്പോ അവിടെ എല്ലാരും തിന്ന് കഴിയാനായിരുന്നു. ഓല് രണ്ടാളും സ്റ്റേജ് എൻട്രിക്ക് വന്നപ്പോഴാണ് ചെറുക്കൻ ചിരിച്ചത്. ബിസിനസ് മാൻ ആയോണ്ടേ ചെറുക്കൻ എത്താൻ പറ്റിയില്ല. പിന്നെ ചെറുക്കൻ ഓളാണ് കറക്കിയപ്പോ ഇവിടെ ഓരോരുത്തരും ഒലോടിച്ചാൻ തുടങ്ങി. വേറൊന്നും അല്ല, ഓൺലൈനും പ്രായണ്ട്. ഞമ്മക്കണ്ടേ എന്റെ ക്യൂട്ട്നെസ് ഉണ്ട് എന്റെ ഒപ്പം. ഇത് നോക്കണ്ട കേട്ടോ. ഓനോളെ കറക്കിയതിന് ശേഷം ആൾക്ക് സമനില വിട്ടുകൂണു. യാസിർ ഇന്നലെ ഓന്റെ പരിപാടിക്ക് ഇടാൻ പറഞ്ഞു കണ്ട് വിട്ടെന്നൊരു പാട്ടാണ്. അപ്പൊ എല്ലാവർക്കും ഞാൻ സമർപ്പിക്കുന്നു. പിന്നെ ഞാൻ സ്റ്റേജുമ്മ കയറിക്കാണ്ടേ ഓനോടൊരു ഹാപ്പി മാരീഡ് ലൈഫ് പറഞ്ഞ് ഞാൻ പോന്നു. ഇനി ഇവിടെ നിന്നാ സേഫ് അല്ലല്ലോ. പിന്നെ ഞങ്ങളെല്ലാരും പാടി അവിടുന്ന് ഇറങ്ങിട്ടോ. അപ്പൊ എല്ലാവർക്കും അസ്സലാമലൈക്കും, ബൈ.